കെട്ടുകഥ കസേരകളി കഥകളി. കൊറോണ കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നുവെന്നാണ് CAG കണ്ടെത്തൽ. നിലവിലെ വിപണി വിലയേക്കാൾ 3 ഇരട്ടി വിലയ്ക്കാണ് ടീച്ചറമ്മയുടെ കാലത്ത് കിറ്റ് വാങ്ങിയതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഓക്സിജൻ ചോദിച്ച് വിളിച്ച അമേരിക്കക്കാരോടൊക്കെ ടീച്ചർ എന്തു പറയുമോ എന്തോ. മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ് ടീച്ചർ പറയുന്നത്. മുഖ്യൻ ടീച്ചറെ തേച്ചതാണോ അതോ ടീച്ചർ നാട്ടുകാരെ തേച്ചതാണോ എന്നറിയാൻ ഇനി കാത്തിരിക്കാം. CAGയുടെ റിപ്പോർട്ടിൽ കൂടുതൽ പണം ചെലവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിലാണ് 15,000 PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. അതായത് 28/3/2020 ഈ അനിത ടെക്സ്കോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PPE കിറ്റ് തരാം, 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. അതിനുള്ള മറുപടി നേരത്തെ നിയമസഭക്കകത്ത് ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ചിട്ടുള്ള മറുപടി പത്രത്തിലെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങളെല്ലാവരും അതൊന്നുകൂടി എടുത്തു. ഇയാൾ ഭയങ്കര ഫ്രോഡാണല്ലോടാ. ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ അന്ന് ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത മുഴുവൻ കിട്ടിയില്ല. 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ സപ്ലൈ ഇല്ല. നല്ലത് നോക്കി വാങ്ങണമല്ലോ, ക്വാളിറ്റി നോക്കണമല്ലോ. ഏതെങ്കിലും വാങ്ങിയാൽ ഇത് കോവിഡ് അല്ലേ, ഇത് ധരിക്കാതെ നഴ്സുമാരെല്ലാം ചെല്ലുമ്പോൾ, ഡോക്ടർമാരെല്ലാം ചെല്ലുമ്പോൾ രോഗം പകർന്ന് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഇതെല്ലാം ആ മറുപടിക്കകത്തുണ്ട്. ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളത് പരിശോധിച്ചാൽ മതി. ഒരു ഡിസാസ്റ്റർ, ആളുകൾ കൂട്ടത്തോടെ മരിക്കുമെന്നുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും പ്രവർത്തിക്കുന്നത്? അത് ശൈല ടീച്ചർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. നിങ്ങൾ മനുഷ്യനോ മൃഗം? നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. രണ്ടുപേരും ഉണ്ട്. മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്, ശൈല ടീച്ചർക്കും പങ്കുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതിയല്ലേ. ഒരു ലെറ്റർ കയ്യിലിരിക്കുകയാണ്, ഞങ്ങൾ റെഡിയാണ് 25,000 PPE കിറ്റ് തരാമെന്ന്. അത് മേടിക്കാതെ 550 രൂപയ്ക്ക് മേടിക്കാതെ 3 ഇരട്ടി പൈസക്ക് പിറ്റേ ദിവസം പോയി മേടിക്കുക. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്. ഇത് ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നല്ലേ കിട്ടിയത്? എനിക്കതിൽ പറയാനുള്ളത്, സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളാരും പരിഹാസ്യരാകരുത് എന്നുള്ളതാണ്. ഇനി ഈ ആഴ്ചയിലെ കഥകളിപ്പദം. എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല AICC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ക്ഷണിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. കഥകളി.